السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിൽ കിതാബുൽ ജാമിഇൽ നമ്മൾ വായിച്ചു വരുന്ന ബാബു തർഹീബി മിൻ വസാവിൽ അഖ്ലാഖ്, മോശം സ്വഭാവ ഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള താക്കീതുകൾ വന്നിട്ടുള്ള ഹദീസുകളെ കുറിച്ചാണ്. ആദ്യത്തെ ഹദീസ് وعن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم فيما يروي عن ربه قال يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظالموا أخرجه مسلم. മുസ്ലിം അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നു, ഫീമാ യർവി അൻ റബ്ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റബ്ബിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു എന്നുള്ളത്. സാധാരണ ഹദീസുകളിൽ കാണാത്ത ഒരു പ്രയോഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിന്റെ സനദിൽ റാവിയായിരിക്കുക എന്നുള്ളത്, നിവേദകനായിരിക്കുക എന്നുള്ളത്. ഇത് സഹോദരങ്ങളെ ഖുദ്സിയായ ഹദീസുകളിലാണ് വരിക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. ആ ഹദീസിന്റെ മാന അത് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാര്യങ്ങൾ അതുപോലെ പറയും. അതാണ് ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിലുള്ള വ്യത്യാസം. ഖുർആനിലുള്ള വാക്കുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ മാത്രമാണ്. അതിൻ്റെ അർത്ഥവും അതിൻ്റെ വാക്കുകളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് അതിൻ്റെ അർത്ഥത്തിലാണ്, ലഫ്ളിലല്ല. ലഫ്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരിക്കും പറയുക. എന്താണ് ഈ ഹദീസിലുള്ളത്? ഏത് തിന്മയിൽ നിന്നാണ് ഈ ഹദീസ് നമ്മെ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൽപ്പിക്കുന്നത്? യാ ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ വിളിക്കുകയാണ്. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, തീർച്ചയായും ദുൽം എന്നുള്ളത്, അക്രമം എന്നുള്ളത് ഞാൻ എനിക്കു തന്നെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വജഅൽതുഹു ബൈനകും മുഹറമ, അതുപോലെ നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യുക എന്നുള്ളതും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതിനാൽ നിങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആദ്യമായി അല്ലാഹു പറയുന്നത് ഇന്നി ഹറംതു ദുൽം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തന്നെ ദുൽം, അക്രമം എന്നുള്ളത് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അലാ നഫ്സി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തന്നെ അക്രമം നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ ഒരു തരി പോലും അക്രമം ഉണ്ടാവുകയില്ല. അല്ലാഹു തആല ഒരാളോടും ഒരു നിലക്കുള്ള അനീതിയും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുകയില്ല എന്ന് റബ്ബ് നമുക്ക് വാക്ക് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ വാക്ക് നൽകുകയാണ്. അതുപോലെ ഖുർആനിൽ നമുക്ക് ഇതുപോലെയുള്ള അല്ലാഹു പറയുന്നത് കാണാൻ സാധിക്കും. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ റബ്ബ് അവന്റെ മേൽ റഹ്മത്ത്, കാരുണ്യം എന്നുള്ളത് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാരുണ്യം നൽകുന്നവനാണ്. അതുകൊണ്ടാണ് ഭൂമിയിലുള്ള മുഴുവൻ ചരാചരങ്ങളും റബ്ബിനെ അനുസരിക്കുന്നവരാകട്ടെ ധിക്കരിക്കുന്നവരാകട്ടെ അവർ റബ്ബിന്റെ കാരുണ്യം അതനുഭവിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം അവന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം അവന് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്?
അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം അക്രമത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പരസ്പരം അക്രമത്തിൽ ഏർപ്പെടാൻ പാടില്ല. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു, അത് നിങ്ങൾക്കും അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധം ആക്കിയിരിക്കുന്നു. ളുൽമ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ളുൽമ നമ്മൾ നേരത്തെ വിശദീകരിച്ച കാര്യമാണ്. ളുൽമ എന്ന് രണ്ട് രൂപത്തിൽ ളുൽമ സംഭവിക്കാം. ഒന്ന്, നമുക്ക് അർഹതയില്ലാത്ത ഒരു ഹക്ക് മറ്റൊരാളിൽ നിന്നും പിടിച്ചെടുക്കുക എന്നുള്ളത് ളുൽമായ കാര്യമാണ്, അക്രമമാണ്. നമുക്ക് അർഹതയില്ലാത്ത കാര്യം അത് മറ്റൊരാളിൽ നിന്നും നമ്മൾ കൈക്കലാക്കുക എന്നുള്ളത് ളുൽമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവന് കൊടുക്കേണ്ടതായ ഒരു ഹക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുക എന്നുള്ളത്, അയാൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്, അത് നമ്മൾ പിടിച്ചു വെക്കുക, കൊടുക്കുന്നില്ല. ഇത് രണ്ടും ളുൽമായ കാര്യമാണ്. ആദ്യത്തെ നമ്മുടെ കയ്യിലില്ല, മറ്റൊരാളുടെ കയ്യിലുള്ളതാണ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തന്ത്രപൂർവം അതിങ്ങോട്ട് കൈക്കലാക്കുകയാണ്, അതും ളുൽമാണ്. രണ്ടാമത്തെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളതാണ്, പക്ഷേ നമ്മളത് കൊടുക്കാതെ പിടിച്ചു വെക്കുകയാണ്. രണ്ടും സഹോദരങ്ങളെ ളുൽമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കടുത്ത ശിക്ഷ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ളുൽം എന്നുള്ളത്. കഴിഞ്ഞ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ളുൽം എന്ന് പറയുന്നത്, അക്രമം എന്ന് പറയുന്നത് അദ്ദുൽമു ളുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അന്ധകാരങ്ങളാണ്. ഭൂമിയിൽ ചെയ്യുന്ന ഓരോ അക്രമവും നാളെ നമുക്കവിടെ പ്രകാശം തടയപ്പെടുന്ന, നമ്മൾ അന്ധകാരത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വജഅൽതുഹു ബൈനകും മുഹറമ, അല്ലാഹു തആല ആ ളുൽമിനെ നിങ്ങൾക്കിടയിൽ നിഷിദ്ധമാക്കി എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത് മനുഷ്യരോട് മുഴുവനാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളോടും അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ മുസ്ലിമീങ്ങളല്ലാത്ത നിഷേധികളോടും അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു മുസ്ലിമിനോട് അക്രമം കാണിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ഒരു സത്യനിഷേധിയെയും കാഫിറിനെയും അവൻ ഒരു നിലക്കും ആക്രമിക്കുകയില്ല, ഒരക്രമവും അവൻ കാണിക്കുകയില്ല. പൂർണ്ണമായ നീതിയോടുകൂടി മാത്രമേ അവൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. സാമ്പത്തിക ഇടപാടുകളിലാകട്ടെ, മറ്റെന്ത് ഇടപാടുകൾ മറ്റുള്ള ഇതര വിശ്വാസി സമൂഹത്തോട് ചെയ്യേണ്ടി വന്നാലും അവരുടെ വിശ്വാസത്തോടും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളോടുമെല്ലാം പൂർണ്ണമായ വെറുപ്പുള്ളതോടൊപ്പം തന്നെ, അത്തരക്കാരോടും പൂർണ്ണമായ വെറുപ്പുള്ളതോടൊപ്പം തന്നെ യാതൊരു നിലക്കുള്ള അനീതിയും ഒരു മുസ്ലിം കാണിക്കുകയില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം. അതാണ് ഇസ്ലാം ഒരിക്കലും ഒരു തരത്തിലുള്ള അക്രമവും ഒരാളോടും ചെയ്യാൻ കൽപ്പിക്കുന്നില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മോട് നേരിട്ട് കൽപ്പിക്കുന്ന കാര്യമാണ്. വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾ ഒരാളോടും പരസ്പരം അക്രമം കാണിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അക്രമം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത് വിശാല അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ളുൽം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മേഖലകളിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. ഏതേതു മേഖലകളിലാകട്ടെ, മുകളിൽ പറഞ്ഞതുപോലെ നമുക്ക് ലഭിക്കാൻ അർഹതയില്ലാത്ത ഒരു കാര്യം കൈക്കലാക്കുക എന്നുള്ളതും ളുൽമാണ്. നമുക്ക് കൊടുത്തു വീട്ടേണ്ടതായ ഒരു ഹക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുക എന്നുള്ളതും ളുൽമാണ്. ഇത് ഏതു മേഖലകളിലാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുള്ള കാര്യമാണ് അടിമകൾ പരസ്പരം അക്രമം കാണിക്കുക എന്നുള്ളത്. അവർ നീതിയോട് വർത്തിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും താല്പര്യപ്പെടുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു പരസ്പരം ളുൽമ കാണിക്കുക എന്നുള്ളത് ഹറാമാക്കിയിരിക്കുന്നു. എന്നാൽ ഒരാൾ നമ്മെ ഇങ്ങോട്ടൊരു ളുൽമ ചെയ്താലോ, ഇങ്ങോട്ട് ളുൽമ ചെയ്തു, ഇങ്ങോട്ട് അതിക്രമം ചെയ്താലോ, എന്താണ് അത് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങോട്ട് നമ്മൾ ആക്രമിക്കപ്പെട്ടാൽ തതുല്യമായ കാര്യം അവനോട് തിരിച്ചും ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അൽ മുതസാബാനി മാ ഖാല ഫഅലൽ ബാദിഇ മിൻഹുമ, രണ്ടാൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ആരംഭിച്ചവനാണ് എന്തുള്ളത് മുഴുവൻ കുറ്റവുമുള്ളത്. മാലം യഅ്തദിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട ആദ്യം ചീത്ത വിളിക്കപ്പെട്ടവൻ അവൻ പരിധി വിട്ടിട്ടില്ലെങ്കിൽ അവന് കുറ്റമുണ്ടാവുകയില്ല. ഇങ്ങോട്ട് വിളിച്ചതിന് പകരമാണ് അവൻ ചെയ്തത്, ഇങ്ങോട്ട് കിട്ടിയ അടിക്ക് പകരമാണ് അവൻ അടിച്ചത് എങ്കിൽ അതിനവന്റെ മേൽ കുറ്റമില്ല. ആരംഭിച്ച വ്യക്തിക്കായിരിക്കും കുറ്റമുണ്ടാവുക. എന്നാൽ പരിധി വിടാൻ അപ്പോൾ പോലും പാടില്ല. അപ്പോൾ പോലും കിട്ടിയതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ പോലും പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അടുത്ത ഹദീസ് അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അതദ്റൂന മൽ ഗീബ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം, അതദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാൽ ദിക്റുക അഹാക ബിമാ യക്റഹ്. ദിക്റുക അഹാക, നീ നിന്റെ സഹോദരനെ കുറിച്ച് പരാമർശിക്കലാണ്. ബിമാ യക്റഹ്, അവന് വെറുപ്പുള്ള ഒരു കാര്യം. അവന് വെറുപ്പുള്ള ഒരു കാര്യം നീ നിന്റെ സഹോദരനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. സഹാബികൾ ചോദിച്ചു, ഖീൽ അറഅയ്ത ഇൻ കാന ഫീ അഖി മാ അഖൂൽ, ഞാൻ പറയുന്ന കാര്യം എൻ്റെ സഹോദരനിൽ ഉള്ളതാണെങ്കിലോ? ഗീബത്ത് പറയപ്പെടുന്നവനിൽ ആ മോശം ഗുണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്കിലോ? ഖാല ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹു. ഖാൽ ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനിൽ നീ പറയുന്ന കാര്യമുണ്ടെങ്കിൽ അപ്പോഴാണ് നീ ഗീബത്ത് പറഞ്ഞത്. അതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. വഇൻ ലം യകുൻ ഫഖദ് ബഹതഹു, നീ അവനിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ നീ ബുഹ്താനാണ്, വ്യാജം ആരോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാകാൻ എളുപ്പമുള്ള രീതിയിൽ സ്വഹാബത്തിനെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ചോദ്യം ചോദിച്ചുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മിക്കവാറും അത് തലയിൽ നന്നായി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പുതുതായൊരു വിഷയം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും ഉത്തരം പ്രതീക്ഷിച്ചിട്ടുള്ള ചോദ്യമല്ല ആ ചോദിച്ചത്. അങ്ങനെയുള്ളൊരു ചോദ്യമല്ല. മറിച്ച് പുതിയതായ ഒരു കാര്യം പഠിപ്പിക്കാൻ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ എന്ന് ആദ്യം ചോദിക്കുകയാണ്. സഹാബത്ത് ഇല്ല എന്ന് പറഞ്ഞു. അവരില്ല എന്ന് പറയുന്നതിലും നമുക്ക് വലിയൊരു പാഠം കാണാൻ സാധിക്കും. അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക എന്നാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടു കൂടി തിരിച്ചു പറഞ്ഞത്, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എനിക്ക് എന്നെ നീ അള്ളാഹുവിന് സമനാക്കുകയാണോ എന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സഹാബികൾ അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തേത് സഹോദരങ്ങളെ, അത് കൗനിയായ പ്രാപഞ്ചികമായ ഒരു കാര്യമാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും ഒരധികാരവും നൽകിയിട്ടില്ല. അള്ളാഹു തആലയുടെ പ്രാപഞ്ചികമായ നിയമമാണ് അവന്റെ മശീഅത്ത്, അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്കും അതിന്റെ നിയന്ത്രണങ്ങളോ ഉദ്ദേശങ്ങളോ കാര്യനിർവഹങ്ങളോ ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനോടൊപ്പം ചേർത്തു പറഞ്ഞത് ദീനിയായ ശർഈയായ ഇൽമ് അറിയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ അറിയിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക എന്ന് പറഞ്ഞത്. എന്നാൽ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ളത്? അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അല്ലാഹു വ റസൂലുഹു അഅലം? ഒരിക്കലും പറയാൻ പറ്റുകയില്ല. കാരണം ആ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം ഇൽമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലാണ് ഇൽമുസ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ ചോദിക്കുകയാണ്, നാളെ മഴ പെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അല്ലാഹു വ റസൂലുഹു അഅലം എന്ന് പറയാൻ പാടില്ല. കാരണം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഭാവി കാര്യം ആർക്കും അറിയാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഇന്നയാൾ എപ്പോഴാണ് മരിക്കുക? ഒരാൾക്കും അല്ലാഹു വ റസൂലുഹു അഅലം എന്ന് പറയാൻ പാടില്ല. മറിച്ച് അല്ലാഹു അഅലം എന്നേ പറയാവൂ. എന്നാൽ ശരീഅത്തിന്റെ ഒരു മസല ഒരാൾ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു വ റസൂലുഹു അഅലം എന്ന് പറയാവുന്നതാണ്. കാരണം ശരീഅത്തിന്റെ മുഴുവൻ അറിവുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. അവിടുന്നാണ്
ഈ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ളയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. അവിടെ നിന്നാണ് ദീൻ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ശരി, പിന്നീട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗീബത്തിന്റെ വിശദീകരണം, ഗീബത്തിന്റെ നിർവചനം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണത്? ദിക്റുക അഖാക ബിമാ യക്റഹ്, നീ നിന്റെ സഹോദരനെ അവൻ വെറുക്കുന്ന കാര്യം അവനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. നിന്റെ സഹോദരനെ വെറുക്കുന്ന കാര്യം നീ അവനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. അത് അവന്റെ അഭാവത്തിൽ പറയുക എന്നുള്ളതിനാണ് പൊതുവെ ഗീബത്ത് എന്ന് പറയുക. അവന്റെ അഭാവത്തിൽ, അവന്റെ ഗീബത്തിൽ പറയുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള നാവ് കൊണ്ടുണ്ടാക്കുന്ന വലിയൊരു വിപത്തിൽപ്പെട്ട കാര്യമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിലുണ്ടാകുന്ന വളരെ മോശം ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് ഗീബത്ത് പറയുക. മറ്റൊരാളുടെ അഭാവത്തിൽ അയാൾക്ക് വെറുപ്പുണ്ടാകുന്ന കാര്യം പറയുക എന്നുള്ളത്. ബിമാ യക്റഹ്, ബിമാ യക്റഹ്, അവൻ വെറുക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. ആ വെറുക്കുന്ന കാര്യം സഹോദരങ്ങൾ ചിലപ്പോൾ അവന്റെ ഖിൽഖത്തിൽ, അവന്റെ സൃഷ്ടിപ്പിന്റെ, അവന്റെ ഒരു രൂപത്തിന്റെ കാര്യത്തിലായിരിക്കാം. അവന്റെ നിറത്തിനെ കുറിച്ച് നീ പറയുക, അവന്റെ വലിപ്പത്തെക്കുറിച്ച് പറയുക. അവൻ കുറിയവനാണ്, അല്ലെങ്കിൽ വലിയ വണ്ണമുള്ളവനാണ്, കുടവയറനാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ അവന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അവന്റെ ശാരീരികമായ ഘടനകളെ കുറിച്ച് നീ പറയലാണത്. അതൊരിക്കലും പറയാൻ പാടില്ല. അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തെക്കുറിച്ച്, അവന്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഒരാവശ്യവുമില്ലാതെ ആ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുക എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അവന്റെ മോശപ്പെട്ട ചില ഗുണങ്ങൾ അവനിലുണ്ടാകാം, ചില കർമ്മങ്ങൾ ഉണ്ടാകാം. അതും സഹോദരങ്ങളെ നമ്മൾ പറയാൻ പാടില്ല. ഇതെല്ലാം ബിമാ യക്റഹ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ്. അതൊരു കലിമത്തുൻ ആമ്മയാണ്, പൊതുവായിട്ടുള്ളൊരു വാക്കാണ്. അതെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ ചില ആളുകൾക്കുള്ള സംശയമാണ്, അതുള്ള കാര്യമാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? അത് സ്വഹാബികൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ ചോദിച്ച ചോദ്യമാണ്. അറഅയ്ത ഇൻ കാന ഫി അഖീ മാ അഖൂൽ, ഞാൻ എൻ്റെ സഹോദരനെ ആക്ഷേപിച്ചു പറയുന്ന ആ കാര്യം അത് അവനിൽ ഉള്ള കാര്യമാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞത് ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹു, അവനിലുള്ള കാര്യം പറയുമ്പോഴാണ് ശരിക്കും അത് ഗീബത്ത് എന്ന് അതിന് പേര് വെക്കുന്നത്. വഇൻ ലം യകുൻ ഫഖദ് ബഹതഹു, അവന് ആ ഇല്ലാത്ത കാര്യമാണ് നീ പറയുന്നത് എങ്കിൽ അതിന് 2 കുറ്റമുണ്ട്. ഒന്നത് ഗീബത്ത് തന്നെയാണ്, അവൻ വെറുക്കുന്ന കാര്യമല്ല. ഇല്ലാത്ത കാര്യം ആണെങ്കിലും അത് വെറുക്കുന്ന കാര്യമാണ്, അപ്പോൾ അത് ഗീബത്ത് തന്നെയാണ്. രണ്ടാമത് അത് ബുഹ്താനാണ്, അത് വ്യാജം കെട്ടിച്ചമക്കലാണ്. അപ്പൊ 2 കുറ്റമുണ്ട്. ഇല്ലാത്ത കാര്യമാണ് നീ പറഞ്ഞതെങ്കിൽ അതിന് 2 കുറ്റം ഉണ്ട്. ഉള്ള കാര്യം പറഞ്ഞാൽ അതിന് ഗീബത്തിന്റെ കുറ്റമുണ്ട്. സഹോദരങ്ങളെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ചില ആളുകൾക്ക് ഉള്ള സംശയമാണ് ഗീബത്ത് പറയുക എന്നുള്ള വിഷയത്തിൽ. ബിദ്അത്തിന്റെ ആളുകൾ ഈ ദീനിനെ വഴികേടിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന ആളുകൾ ഉണ്ടാകും. വ്യത്യസ്ത ആശയങ്ങൾ പുതുതായി കൊണ്ടുവന്നിട്ട് ഉമ്മത്തിനെ വഴികേടിലേക്ക് നടത്തുന്ന ആളുകൾ, ഇല്ലാത്ത കർമ്മങ്ങൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഷിർക്കിലേക്ക് തന്നെ, വിശ്വാസ കാര്യങ്ങളിലേക്ക് തന്നെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന, അങ്ങനെ വ്യത്യസ്ത ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ബിദ്അത്തുകളിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരുണ്ടാകും. അവരെക്കുറിച്ച്, അവരിലുള്ള ആ പ്രശ്നം എടുത്തു പറയുക എന്നുള്ളത് ഗീബത്താണോ? സഹോദരങ്ങൾ, ഒരിക്കലും അത് ഗീബത്തേ അല്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് താക്കീത് ചെയ്യുക എന്നുള്ളത് അത് ദീനാണ്. അവരെക്കുറിച്ച് താക്കീത് ചെയ്യുക എന്നുള്ളത് ദീനാണ്. അത് വലിയൊരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് ആ ഗീബത്ത് അനുവദിക്കപ്പെടുകയാണ്. ഗീബത്ത് തന്നെയാണ്, അവൻ വെറുക്കും. തീർച്ചയായും അവനിൽ ഉള്ള ആ കുറ്റം പറയുമ്പോൾ അവന് വെറുക്കും, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനേക്കാളും വലിയ മസ്ലഹത്താണ് ഈ ഉമ്മത്തിനെ മുഴുവൻ അവൻ പിഴവിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ നിന്നും തടയുക എന്നുള്ളത്. കാരണം അവൻ ഉമ്മത്തിനെ മുഴുവൻ പിഴവിലേക്ക് പോകുക എന്ന് പറയുന്നത് വലിയൊരു ഷർറാണ്. ആ ഒരു ഷർറിനെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ഗീബത്ത് അവിടെ പറയുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. അപ്പോഴും സഹോദരങ്ങളെ, അത് ആവശ്യമായ നിലയിലാണ്. അവന്റെ എല്ലാ രൂപത്തിലുള്ള വഷളാക്കുന്ന കാര്യങ്ങളും നമുക്ക് അവിടെ എടുത്തു പറയേണ്ടതില്ല. മറിച്ച് അവൻ ഏതൊരു വിഷയത്തിലാണോ ആളുകളെ പഴപ്പിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി, ഇവൻ കള്ളനാണെങ്കിൽ കള്ളനാണെന്നും, ഇവൻ വഞ്ചകനാണെങ്കിൽ വഞ്ചകനാണെന്നും, ചൂഷകനാണെങ്കിൽ ചൂഷകനാണെന്നുമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അയാൾ ഗണ്ണിക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. അതിനൊരു കാഫിറായ ആളുകളെ കുറിച്ചാണെങ്കിൽ പോലും, മുസ്ലിം അല്ലാത്തവനെ കുറിച്ചാണെങ്കിൽ പോലും മസ്ലഹത്തുണ്ടെങ്കിൽ
പറയാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മസ്ലഹത്തില്ലെങ്കിൽ നമ്മൾ വെറുതെ അത്തരം അനാവശ്യമായ സംസാരങ്ങളിലേക്ക് നീങ്ങേണ്ടതില്ല. എന്തായാലും മുസ്ലിമിനെ ഗീബത്ത് പറയുന്ന അത്ര കുറ്റം ഒരു കാഫിറിനെ പറയുന്നതിനില്ല. പക്ഷേ ഒരു മസ്ലഹത്തില്ലെങ്കിൽ, ഒരു പ്രത്യേകിച്ച് ഉപകാരമില്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളെ തൊട്ടുവിട്ട് നിൽക്കുക എന്നുള്ളത് ദീനിന്റെ പൊതു താല്പര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ദീനിൽ ചില പ്രത്യേക മസ്ലഹത്തിന് വേണ്ടി, നാം ഇപ്പോൾ പറഞ്ഞ ബിദ്അത്തുകാരന്റെ ഒരു വിഷയം വലിയൊരു മസ്ലഹത്താണ്. അതുപോലെയുള്ള മസ്ലഹത്തുകൾക്ക് വേണ്ടി, ചില ഉപകാരങ്ങൾക്ക് വേണ്ടി ചിലരുടെ പേരുകൾ ചില ഘട്ടങ്ങളിൽ പറയുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. അതിൽപ്പെട്ടതാണ് വിവാഹാലോചന വരുന്ന സമയത്ത്. അത് ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, അവർക്ക് 3 ആളുകൾ ഒരുമിച്ച് വിവാഹാന്വേഷണം വന്നു. 3ഉം വേറെ വേറെ വന്നതാണ്. ഒരാൾ അന്വേഷിച്ചപ്പോൾ മുകളിൽ അന്വേഷിച്ചതല്ല, അങ്ങനെ വരാൻ പാടില്ല. 3 പേരും അറിയാതെ വ്യത്യസ്ത രൂപങ്ങളിൽ വിവാഹം അന്വേഷിച്ചു ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയെ. 3 ആളുകൾ, ഒന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ ജഹം റളിയല്ലാഹു അൻഹു. ഈ 3 പേരാണ് വിവാഹം അന്വേഷിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബർ ബി അന്ന മുആവിയ സഅലൂകുൻ ലാ മാല ലഹ്. മുആവിയ, അവന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്നെ പോറ്റാനുള്ള പൈസയൊന്നും ഉണ്ടാവുകയില്ല. വഅമ്മ അബൂ ജഹം ഫകാന ദറാബൻ ലിന്നിസാ. അബൂ ജഹം, അവൻ സ്ത്രീകളെ നന്നായി അടിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇൻകിഹി ഉസാമ ഫനകഹത്ഹു. നീ ഉസാമയെ കല്യാണം കഴിച്ചോളൂ. അങ്ങനെ അവൾ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ് കല്യാണം കഴിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ ദീനിന്റെ ഒരു മസ്ലഹത്ത് വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാവുന്നതാണ് എന്നാണ്. പ്രത്യേകിച്ചും വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോഴോ അവിടെ നമ്മൾ നിർബന്ധമായിട്ട് പറയണം. കാരണം വിവാഹം അന്വേഷിച്ചു വരുന്നവൻ അവൻ ഒരു മോഷ്ടാവാണ്, അല്ലെങ്കിൽ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവനോ ആണ് എങ്കിൽ തീർച്ചയായും നമ്മൾ അറിയിക്കേണ്ടതാണ്. അവന്റെ മസ്ലഹത്തിന് വേണ്ടി ഈ പെണ്ണിന്റെ കുടുംബത്തെ വഞ്ചിക്കാൻ പാടില്ല. അവനൊരു കല്യാണം നടക്കട്ടെ, അങ്ങനെയെങ്കിലൊക്കെ അവനൊരു കല്യാണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് അവന്റെ കൂട്ടാളിയാണെങ്കിൽ പോലും അത് തെറ്റായ കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല. അവൻ ആ തിന്മയിൽ തുടരുന്നവനാണ് എങ്കിൽ ഒരിക്കലും അവനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ആ കാര്യങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. അവനതിൽ തൗബ ചെയ്ത് മടങ്ങിയ ഒരാളാണെങ്കിൽ ശരിയാണ്. അതല്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇവൻ ഇന്ന വൃത്തികേടുകൾ ചെയ്ത് നടക്കുന്നവനാണ് എന്ന് നമ്മൾ കൃത്യമായി സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഹദീസ്, ഗീബത്തിനെ കുറിച്ച് അത് വൻപാപമാണോ അതല്ല ചെറിയ പാപമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വൻപാപമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഗീബത്തും നമീമത്തും വൻപാപമാണ്. നമീമത്തിനെ കുറിച്ച്, 2 ആളുകളെ പരസ്പരം തെറ്റിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ലാ യദ്ഖുലുൽ ജന്ന ഖത്താത്ത് നമ്മാം. നമീമത്ത് പറയുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗീബത്തിനെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ഹുജറാത്തിൽ വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ളാ. നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയാൻ പാടില്ല. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മയ്യിത്ത് ഭക്ഷിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നോ? ഇല്ല, നിങ്ങളത് വെറുക്കുന്നുണ്ട്. അപ്പം അതുപോലെ കാര്യമാണ് സഹോദരന്റെ മയ്യിത്ത് ഭക്ഷിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗീബത്ത് എന്ന് പറയുന്നതും കടുത്ത ഹറാമാണ്. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കാനും തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്നവൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന തവ്വാബാണ്, അതുപോലെ കാരുണ്യവാനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക. ഗീബത്ത് എന്ന് പറയുന്നത് വൻ പാപമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ്, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുപാട് ദുസ്വഭാവങ്ങൾ, നമ്മൾ വിട്ടുനിൽക്കേണ്ട ദുസ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു വലാ തനാജശു വലാ തബാഗലു വലാ തദാബറു വലാ യബിഅ ബഅ്ലുകും അലാ ബഅ്ലിൻ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അസൂയയെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് അസൂയ എന്ന് പറയുന്നത്? ഒരാൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്ക് നൽകിയ അനുഗ്രഹം അവനിൽ നിന്നും നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കലാണ്. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറ്റൊരു സഹോദരന് നൽകിയ ഒരു അനുഗ്രഹം അത് അവനിൽ നിന്നും നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കലാണ്. അത് നീങ്ങിയിട്ട് മറ്റൊരാൾക്ക് കിട്ടുന്ന കാര്യമാകട്ടെ, അല്ലെങ്കിൽ നീങ്ങിയിട്ട് തനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാലാകട്ടെ, അല്ലെങ്കിൽ പൂർണ്ണമായി നീങ്ങി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചതാലാകട്ടെ, എല്ലാം എന്തിൽപ്പെടും? എല്ലാം ഹസദിൽ, അസൂയയിൽപ്പെടും. ഇത് വളരെ ഗൗരവമുള്ള തെറ്റാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി പറഞ്ഞു വലാ തനാജശു. ഇത് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് പ്രത്യേകിച്ചും അത് വരുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് തനാജഷ്? നജഷ് കച്ചവടം എന്ന് പറഞ്ഞാൽ സഹോദര പണ്ഡിതന്മാർ അതിന്റെ നിർവചനം പറഞ്ഞത് ഇപ്രകാരമാണ്: بأن يزيد في البيع أي في السلعة وهو لا يريد بيعها وإنما يريد مضرة المشتري أو منفعة البائع أو الأمرين جميعا. നജഷ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കാതെ തന്നെ അതിന്റെ വില കൂട്ടി പറയുക എന്നുള്ളതാണ്. അയാൾക്കത് ആവശ്യമില്ല, പക്ഷെ വെറുതെ വില കൂട്ടി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ കൂടെ വാങ്ങാൻ നിൽക്കുന്ന മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കച്ചവടക്കാരന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ ഉദ്ദേശിക്കുന്ന രൂപവും നജിഷിലുണ്ടാകാറുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഇവനൊരു മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ ഒരാൾ വില പേശുകയാണ്. അയാൾ പറഞ്ഞു ഞാനിത് 100 രൂപയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് ഇത് വാങ്ങാൻ യാതൊരു ഉദ്ദേശം ഉണ്ടായിട്ടല്ല. ഇവൻ എന്ത് ചെയ്യണം? ഈ ഇപ്പുറത്ത് വാങ്ങുന്നവനെ കൊണ്ട് കുറച്ചും കൂടി കൂട്ടിയിട്ട് അവനൊരു ഉപദ്രവം ഉണ്ടാക്കണം. അങ്ങനെ ഇവൻ പറഞ്ഞു ഞാൻ 110 എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി മറ്റൊരു ആവശ്യക്കാരനാണ്. അവൻ പറഞ്ഞു ഞാൻ 120 എടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവൻ 120 വാങ്ങേണ്ട അവസ്ഥ വരും. അപ്പോൾ 100 രൂപ കിട്ടേണ്ടത് ഇവനിപ്പോൾ 120 രൂപക്ക് മറ്റവൻ വാങ്ങേണ്ടി വരികയാണ്. ഇവൻ ഇതിനിടയിൽ പറഞ്ഞ 110 അത് വെറും കള്ളമാണ്, ഇവന് യാതൊരു ആവശ്യമില്ല. അതിനാണ് എന്ത് പറയുന്നത്? നജിഷ് കച്ചവടം. ഇത് ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മൾ ലേലം വിളിക്കാൻ പാടുണ്ടോ? ലേലം വിളിക്കാൻ പാടുണ്ട്. ഈ ഒരു ഉദ്ദേശമില്ലെങ്കിൽ, നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത് എങ്കിൽ നമുക്ക് അനുവദനീയമായ കാര്യമാണ്. ഒരാൾ 100 പറഞ്ഞാൽ എനിക്കത് 110 കിട്ടിയാൽ തിരക്കേട്, ഞാൻ വാങ്ങാൻ റെഡിയാണ്. എന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത്തരം ലേല കച്ചവടങ്ങളിൽ ഇങ്ങനെയുള്ള ഡമ്മികളായ ആളുകൾ ഉണ്ടാവും ഈ നജിഷ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റവൻ എന്തായാലും വാങ്ങേണ്ടവനായിരിക്കും, ഇവന് യാതൊരു ആവശ്യമില്ല. അവനാണെങ്കിൽ ഇത് കിട്ടിയാലേ അവന്റെ കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ ഇടയിൽ ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യും? ഇടയിൽ ഒരാൾ നിന്നിട്ട് ഇവനൊരു ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടി 110 പറയും. അപ്പോൾ 120 പറയും, 130 പറയും, 150 150 പറയും. അവസാനം അവന് വലിയൊരു പണം എത്തിക്കാൻ ഇവൻ പിന്മാറും. കാരണം ഇവന് ആവശ്യമില്ല, ഇവനത് ആവശ്യമില്ല. അവനെ കൊണ്ട് ഒരു ഉപദ്രവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു രൂപമാണ്. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് അത് കച്ചവടക്കാരന് ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പൊ കച്ചവടക്കാരന് ആദ്യത്തെ ഇതിൽ ഇവന് മറ്റേ ആളോടൊരു വെറുപ്പ് മാത്രമേ ഉണ്ടാവും, അവനൊരു ഇടങ്ങാറുണ്ടാക്കണം, ഇതേ ഉള്ളൂ. രണ്ടാമത്തേത് കച്ചവടക്കാരന്റെ സൈഡിലുള്ള ആളായിരിക്കും. കച്ചവടക്കാരന് കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇവനിങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ വെറുതെ 100 200 ഒക്കെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവസാനം എന്ത് ചെയ്യും? ലാഭം കച്ചവടക്കാരന് കിട്ടും. ആ രൂപത്തിലും ചെയ്യും. അതിന് ചില ആളുകൾ രണ്ടും ഒരുമിച്ച് ഉദ്ദേശിക്കും. ഇവൻ ഒരേ സമയത്ത് ഇവന് ഉപദ്രവം ഉണ്ടാകുന്ന നീയത്തുണ്ടാകും, കച്ചവടക്കാരന് ലാഭം ഉണ്ടാക്കണമെന്ന് നീയത്തുണ്ടാകും. ഇത് ഏത് രൂപമാണെങ്കിലും സഹോദരങ്ങളെ ഇത് നജഷാണ്. ഇത് ചെയ്യാൻ പാടില്ല. കച്ചവട മേഖലയിൽ ഏർപ്പെടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ തബാഗളു, നിങ്ങൾ പരസ്പരം വെറുക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് കാണിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ അത് പാടില്ലാത്ത കാര്യമാണ്. പരസ്പരം മനസ്സിൽ വെറുപ്പുമായി നടക്കുക എന്നുള്ളത് പാടില്ല. വെറുപ്പുകൾ അത് സഹോദരങ്ങളെ മനസ്സിൽ നിന്നും നമ്മൾ നീക്കിക്കളയേണ്ടതാണ്. അത് പറഞ്ഞ് തീർക്കേണ്ട കാര്യമാണ്. മനസ്സിൽ വെറുപ്പും പേറി നടക്കുക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് പരസ്പരം ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതും സമാനമായ കാര്യമാണ് വലാ തദാബറു, നിങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. തദാബറു എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കണ്ടാൽ നേരെ തിരിഞ്ഞു പോവുക, കാണാത്ത രൂപത്തിലേക്ക് പോവുക. ഇത് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന്റെ മറ്റൊരു വിലക്കപ്പെട്ട രൂപവും പറഞ്ഞു തരുന്നു. വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദ്, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ കച്ചവടത്തിന്മേൽ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇതെങ്ങനെ സംഭവിക്കാം? ഉദാഹരണത്തിന് ഒരാള് ഒരു കടയിൽ വന്നിട്ട് 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. അപ്പോൾ നീ മറ്റേ കടക്കാരനാണ്, അപ്പുറത്തെ കടക്കാരനാണ്. അവിടെ കച്ചവടമായി, കരാറായി, 100 രൂപയ്ക്ക് സാധനം എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, റെഡിയായി. അപ്പോഴേക്ക് നീ അപ്പുറത്തുനിന്ന് പറഞ്ഞത് എങ്ങോട്ട് വരും? ഞാൻ 180 രൂപയ്ക്ക് ഇത് തരാം, നിനക്കിത് 80 രൂപയ്ക്ക് ഞാൻ തരും
എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടത്തിന്മേൽ ഈ കച്ചവടം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷിദ്ധമാക്കുകയാണ്. കാരണം ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിൽ പരസ്പരം ദേഷ്യവും വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഹദീസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അസൂയ വെക്കുന്നതാകട്ടെ, നജിഷ് ചെയ്യുന്നതാകട്ടെ, പരസ്പരം വെറുക്കുന്നതാകട്ടെ, ഇതെല്ലാം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതാണ് ഇതെല്ലാം. ഗീബത്താകട്ടെ, ഇതെല്ലാം സഹോദരങ്ങളെ പരസ്പരം സമൂഹത്തിന്റെ മുസ്ലിമീങ്ങളുടെ ഐക്യത്തെ ഇല്ലാതാക്കി കളയുന്ന ദുർഗുണങ്ങൾ കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വലിയ തിന്മയായിരിക്കും. ഇപ്പം ഇവിടെ ഒരാൾ കച്ചവടം ചെയ്തതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാൻ പാടില്ല. ഇനി ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ 2-3 ദിവസമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അത് റിട്ടേൺ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആ കാലയളവിലാണെങ്കിൽ പോലും പാടില്ല. അപ്പം ആ സമയത്ത് വിളിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം. ഇനി അതല്ല, പിറ്റേ ദിവസം ഇവനെ വിളിച്ചു പറയാണ്, നീ എത്രക്കാ വാങ്ങിയത്? നീ 150. നീ ഒരു കാര്യം ചെയ്യും, ഞാനിത് 130 നിനക്ക് തരാം എന്ന് പറയാം. അപ്പം എന്ത് ചെയ്യും? ആദ്യത്തെ കച്ചവടം ഇവൻ പോയി ക്യാൻസലാക്കും. എന്നിട്ട് ഇവൻ 130 ഇവൻ്റെ ആയിരുന്നു വാങ്ങും. ഇത് സഹോദരങ്ങളെ ആ ആദ്യം വിറ്റ ആ കച്ചവടക്കാരന് ഇയാളുടെ വെറുപ്പുണ്ടാകാനും അതുപോലെ തന്നെ ദേഷ്യമുണ്ടാകാനും ഒക്കെ കാരണമാകുന്ന കാര്യമാണ്. എന്നാൽ ആദ്യത്തെ കച്ചവടക്കാരൻ ഇവനെ വലിയ നിലക്ക് വഞ്ചിച്ചതാണെങ്കിലോ സ്വാഭാവികമായിട്ട് അവിടെ അറിയിക്കാവുന്ന കാര്യമാണ്, അല്ലെ? 100 രൂപക്ക് വിൽക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ കച്ചവടക്കാരൻ അത് 200 രൂപക്ക് വിറ്റു എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു വഞ്ചന നടന്നിട്ടുണ്ട്. പൊതുവെ മാർക്കറ്റിൽ 100 രൂപ കിട്ടുന്ന ഒരു കാര്യം ഇയാൾ വഞ്ചിച്ചിട്ട് മറ്റവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തിട്ട് 200 രൂപക്ക് പിടിപ്പിച്ചതാണ്. അത് നമുക്ക് പോയി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇത് 100 രൂപക്ക് കിട്ടുന്ന കാര്യമാണ്, നിന്നെ വഞ്ചിച്ചതാണ്. അത് തെറ്റില്ല, അങ്ങനെ തെറ്റില്ല. കാരണം അങ്ങനെ ആ രൂപത്തിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ട് റിട്ടേൺ കൊടുക്കാൻ പറ്റും. റിട്ടേൺ കൊടുത്തിട്ട് അപ്പുറത്ത് പോയി ചൂഷണത്തിന് വിധേയപ്പെടാതെ വാങ്ങാവുന്നതാണ്. അവിടെ സഹോദരങ്ങളെ അത് വ്യത്യാസമാണ്. എന്നാൽ അതല്ലാത്ത നിലക്ക് ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? 2 രൂപത്തിൽ ഇത് വരാം. ഒന്നുകിൽ അതിന്റെ വില അതിനേക്കാളും കുറച്ച് ഞാൻ തരാമെന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഉറുപ്പയ്ക്ക് ഇതിനേക്കാൾ കൂടിയ ക്വാളിറ്റി ഞാൻ തരാം. ഇത് രണ്ടും തെറ്റാണ്. 100 രൂപക്കുള്ള വസ്തു 80 ഞാൻ തരാമെന്ന് പറയുന്നതും തെറ്റാണ്. അല്ലെങ്കിൽ 100 രൂപക്ക് നിനക്ക് ഈ ക്വാളിറ്റി അല്ല കിട്ടിയത്, ഞാൻ അതിനേക്കാളും നല്ല ക്വാളിറ്റി ഞാൻ തരും എന്ന് പറയുന്നതും തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി സഹോദരങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വിശദീകരിച്ചിട്ടുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഒരാള് കച്ചവടത്തിന്മേൽ കച്ചവടം ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ഒരാൾ വാങ്ങുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്. വാങ്ങുന്ന സമയത്തും ഇങ്ങനെ കച്ചവടക്കാരൻ തിരിച്ചും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഒരാൾ വാങ്ങുന്ന വ്യക്തികളും ഇതുപോലെ ശ്രദ്ധിക്കണം. ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു കച്ചവടക്കാരൻ്റെ അടുക്കലേക്ക് എത്തിയിട്ട് കച്ചവടമൊക്കെ കച്ചവടം ഉറപ്പിച്ചതിന് ശേഷം ഇയാൾക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ മറ്റൊരാളോട് പോയി പറയുകയാണ്, എനിക്ക് അപ്പുറത്ത് ഇത്ര രൂപക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിനേക്കാളും കുറച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടം ഇല്ലാതാക്കി കളയുക എന്നുള്ളതും ഇതിൽ പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ആ രൂപത്തിൽ മറ്റൊരാളുടെ അടുക്കലേക്ക് പോയിട്ട് പറയുക, നിനക്കിത് 10 രൂപയ്ക്കാണോ വിറ്റത്, മറ്റേയാൾ എനിക്ക് അതിനേക്കാളും കൂടുതൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 10 രൂപക്കാണ് വിറ്റത്. അപ്പോൾ പറയുന്ന ഒന്നുകൂടി മനസ്സിലാക്കുക. ഒരാൾ ഒരു 10 രൂപക്ക് ഒരു കാര്യം വിറ്റു. അപ്പോൾ വേറൊരാൾ വന്നിട്ട് ഈ കച്ചവടക്കാരനോട് പറയാണ്, ഞാൻ 15 രൂപ തരാം, എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വാങ്ങുന്നതിന് മുകളിൽ വാങ്ങുക എന്നുള്ളതും പാടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ ഒരു കാര്യം 10 രൂപക്ക് വിറ്റു. ഇപ്പോൾ വേറൊരാൾ അവിടെ വന്നിട്ട് ആ കടയിൽ വന്നിട്ട് പറഞ്ഞു, ഞാനാണെങ്കിൽ 15 രൂപക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാരന് കൂടുതൽ പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടം നടന്നതിന് ശേഷം അത് വാങ്ങുക എന്നുള്ളത് പാടില്ല. ഇത് ഏത് കാര്യത്തിലാണെങ്കിലും, ഞാൻ ചെറിയ ഉദാഹരണമാണ് പറഞ്ഞത്, ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും ഒരാൾ സ്ഥലത്തൊരു കച്ചവടം നടന്നു. നാട്ടിൽ സ്വാഭാവികമായും നടക്കുന്ന ഒരു മാർക്കറ്റ് പ്രൈസിൽ ഒരു കച്ചവടം അവിടെ കൃത്യമായി നടന്നു എന്ന് പറയുക. എല്ലാം കച്ചവടം വാക്കാൽ കടന്നു, അതാണ് കച്ചവടം എന്ന് പറയുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ എന്നൊക്കെ അതിന്റെ പിന്നീടുള്ള വർക്കുകളാണ്. ഇസ്ലാമിൽ വാക്കാൽ അത് കച്ചവടമായി ഉറപ്പിച്ചു. അപ്പോഴേക്കും വേറൊരാൾ ഒരു ടീം ഇത് അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സെന്റിന് ഇത് 10 ലക്ഷത്തിനാ കൊടുത്താലേ ഞാൻ 10.5 ലക്ഷം തരാം, ഞാൻ 11 ലക്ഷം തരാം എന്ന് പറഞ്ഞിട്ട് അതിനു മുകളിൽ വില പറഞ്ഞിട്ട് ആ കച്ചവടത്തെ ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് പുതിയ കച്ചവടം ഉണ്ടാക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. ഇനി തിരിച്ചും ഒരാൾ 10 ലക്ഷത്തിന് സ്ഥലം പറഞ്ഞപ്പോൾ അപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ ഇയാൾ വിളിച്ചു പറയണം, ഞാൻ 10 ലക്ഷത്തിനാണ് എടുക്കുന്നത്, ഞാനിതവിടെ 9.5 ഇത് തരാം, ഈ സ്ഥലം എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടം ക്യാൻസലാക്കിപ്പിച്ചിട്ട് ഇപ്പുറത്തുള്ള കച്ചവടം ഉണ്ടാക്കുക എന്നുള്ളതും സഹോദരങ്ങളെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് വാടകയുടെ വിഷയം ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരാളൊരു വാടക കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. വാടക, ഞാൻ ഈ വീട് 10,000 രൂപ മാസത്തിന് വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞു.
ഉടൻ തന്നെ ആ കച്ചവടം അവിടെ നടന്നതാണ്, ആ വാടക കാര്യം അവിടെ നടന്നതാണ്. അപ്പം ഇപ്പുറത്തെ വാടകക്കാരൻ പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് 9,500 തരാം എന്ന് പറഞ്ഞിട്ട് ആ ചെയ്തതിന് എന്ത് ചെയ്യാൻ പാടില്ല, മുറിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഈ വീട് ഇവൻ 10,000 കോൺട്രാക്ട് നടത്തുമ്പോൾ വേറൊരു താമസക്കാരൻ വന്നിട്ട് പറയാണ് ആ വാടക ഉടമയോട്, ഞാൻ 11 തരാം, ഞാൻ 11 എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം 10,000 ഏറ്റ വാടകക്കാരനെ ഒഴിപ്പിച്ചിട്ട് പുതിയ ആൾ വന്ന് അവിടെ കയറുക എന്നുള്ളതും, ഇതെല്ലാം സഹോദരങ്ങളെ കച്ചവടത്തിന്മേൽ കച്ചവടം നടത്തുക എന്നതിൽ പെടും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. എന്താണ്? ഒരാൾ വിവാഹം അന്വേഷിച്ചതിൻ്റെ മുകളിൽ മറ്റൊരാൾ വിവാഹം അന്വേഷിക്കുക എന്നുള്ളത്, അതും പാടില്ലാത്തതാണ്. ഇപ്പോൾ ഒരാൾ ഒരു വീട്ടിൽ പോയി പെണ്ണ് കണ്ടു, വിവാഹമൊക്കെ അന്വേഷിച്ചു, അതിൻ്റെ പ്രോസസ്സ് അങ്ങനെ നടക്കുകയാണ്. അത് വേണമെന്നോ വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, തീരുമാനമായിട്ടില്ല, ഇന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നാളെ മറ്റൊരാൾ പോയിട്ട് വിവാഹം അന്വേഷിക്കുക എന്നുള്ളതും ദീനിൽ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴാണ് രണ്ടാമത്തെ ആൾക്ക് വിവാഹം അന്വേഷിക്കാനുള്ള അനുവാദമുള്ളത്? അത് ഒന്നുകിൽ ഒന്നാമത്തവർ ഇത് ക്യാൻസലാക്കി ഞങ്ങൾ ഈ ബന്ധം വേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കണം. അല്ലെങ്കിൽ ആദ്യം വിവാഹം അന്വേഷിച്ചവൻ വളരെ തൃപ്തിയോടുകൂടി നീ പോയി കണ്ടോളൂ എന്ന് പറയുന്ന ഒരു അനുമതി ലഭിക്കേണ്ടതുണ്ട്. അവൻ മടി കൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തൃപ്തിയോടുകൂടി അവൻ പറയണം നീ പോയി കണ്ടോളൂ, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ മറ്റവർ ക്യാൻസലാക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടവൻ പറയണം നീ പോയി കണ്ടോളൂ, എന്നാൽ മാത്രമേ അത് വിവാഹം അന്വേഷിക്കാൻ പാടുള്ളൂ. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറയാണ്, നിങ്ങളൊക്കെ അള്ളാന്റെ അടിമകളായി സഹോദരങ്ങളായി നിങ്ങൾ കഴിയണം. കാരണം ഈ മുകളിൽ പറഞ്ഞ കാര്യമെല്ലാം തന്നെ സാഹോദര്യ ബന്ധത്തെ ശിഥിലമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ദുസ്വഭാവങ്ങളും ദുർഗുണങ്ങളൊന്നും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, സഹോദരങ്ങൾ ഈ ഗുണം നമുക്കുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യില്ല, മറ്റവൻ്റെ കച്ചവടത്തിൽ പോയി അവനെ ഇടങ്ങാറാക്കാൻ നിൽക്കൂല. ഒരാൾ വിവാഹം അന്വേഷിച്ചാൽ അതിൻ്റെ മേലെ ഇടങ്ങാറാക്കാൻ നിൽക്കുകയില്ല. ഈ രൂപത്തിൽ നജസ് കച്ചവടത്തിൽ ഏർപ്പെടുകയില്ല. ഈ ബോധ്യം നമുക്ക് വേണം. നമ്മളൊക്കെ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ പരസ്പരം സഹോദരങ്ങളാണ്. വഞ്ചിക്കാനോ അവനെ ഉപദ്രവിക്കാനോ ഒരു നിലക്കും നമ്മൾ ചെയ്യാൻ പാടില്ല. സാഹോദര്യ ബന്ധം സഹോദരങ്ങളെ നമുക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ദീനിന്റെ പേരിലുള്ള സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും രക്തത്തിന്റെ പേരിലുള്ള സാഹോദര്യ ബന്ധത്തെക്കാൾ കൂടുതലായിട്ട് വരും എന്ന് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് തന്റെ മകനെ കുറിച്ച് പറഞ്ഞത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, മകനാണ്, പക്ഷേ ദീനില്ലാതായപ്പോൾ, ദീനെതിരായപ്പോൾ അവൻ നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല, നിന്റെ കുടുംബക്കാരനല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് രക്തബന്ധത്തെക്കാളും ദീനിന്റെ ബന്ധം മികച്ചു നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് അനന്തരം വെക്കുന്ന സമയത്ത് ഒരാൾ ദീനിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അവന് അനന്തരം ലഭിക്കുകയില്ല. ഒരാൾ യുക്തിവാദിയായി പോയി, ദീൻ ഉപേക്ഷിച്ചു പോയി എങ്കിൽ അവന്റെ സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ദീനിൽ നിന്ന് തെറിച്ചുപോയവന് ഒരു ഓഹരിയും ഇസ്ലാമിക നിയമപ്രകാരം ലഭിക്കുകയില്ല. കാരണം അവന്റെ ദീൻ മാറിപ്പോയി. ദീൻ മാറിയവന് എന്ത് കിട്ടുകയില്ല? അനന്തരം ലഭിക്കുകയില്ല. അപ്പോഴും അവിടെ ദീനിന്റെ ഉഹൂവത്താണ്, സാഹോദര്യമാണ് അവന്റെ രക്തബന്ധത്തെക്കാൾ, അവന്റെ ഉദരബന്ധത്തെക്കാൾ എന്ത് ചെയ്യുന്നത്, അതിനേക്കാളും കൂടുതൽ പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാകുക. ആ സാഹോദര്യ ബന്ധത്തിന് ശിഥിലമാക്കുന്ന ഒരു നാക്കും പ്രവൃത്തി നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകാൻ പാടില്ല. വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയുന്നു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം തന്റെ സഹോദരനായ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. വീണ്ടും പറയുന്നു, ലാ യദ്ലിമുഹു, അവനെ ആക്രമിക്കുകയില്ല, വലാ യഖ്ദുലുഹു, അവനെ സഹായിക്കേണ്ട സമയത്ത് കൈയൊഴിയുകയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യക്കാരനായി നിൽക്കുന്ന സമയത്ത്, സഹായം വേണ്ട സമയത്ത് അവനെ കൈയൊഴിയുകയില്ല, അങ്ങനെ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വലാ യഹ്കിറുഹു, അവനെ നിന്ദിക്കുകയില്ല. നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊച്ചാക്കി പറയുക, അവൻ വളരെ മോശപ്പെട്ടാണ്, പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെ ചെറുതാക്കി കാണിക്കുക, ഇതൊന്നും പാടില്ല. അത്തഖ്വ ഹാഹുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. അതിവിടെയാണ്, നെഞ്ചകത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമായ തന്റെ സഹോദരനെ നിന്ദിച്ചു കാണുക എന്നുള്ളത് തന്നെ ഒരാൾക്ക് തിന്മയായിട്ട് മതി എന്നാണ്. അതിന്റെ ഫലമായിക്കൊണ്ട് നീ അവനെ മോശമാക്കി പറയണമെന്നില്ല, അവനെ കുറിച്ച് സംസാരിക്കണം എന്നില്ല. നിന്റെ മനസ്സിൽ ഒരാളെ കുറിച്ച് ഇവനൊന്നും വലിയ കാര്യം, ഇവനൊന്നും കൊള്ളുകയില്ല
എന്ന രൂപത്തിൽ അവനെ നിന്ദിച്ചു കാണുക എന്നുള്ളത് തന്നെ ഒരാൾക്ക് ഷർറായിട്ട് മതി എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു. ഓരോ മുസ്ലിമിനും തന്റെ മുസ്ലിമായ സഹോദരൻ നിഷിദ്ധമാകുന്നു. അവന്റെ രക്തവും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവുമെല്ലാം തന്നെ നിഷിദ്ധമാണ്. അവന് കൊല്ലാനോ ഉപദ്രവമേൽപ്പിക്കാനോ പരിക്കേൽപ്പിക്കാനോ പാടില്ല. അവന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ പാടില്ല. അവനെ കൊള്ളയടിക്കാൻ പാടില്ല. അവന്റെ അഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന്റെ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങൾ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ശിഥിലമാക്കുന്ന വിള്ളലുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ എത്ര ഗൗരവത്തോടു കൂടിയാണ് താക്കീത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ പരമാവധി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.